ആദ്യത്തെ പ്രസംഗം ഞാനാണ്. ഇനി 27 പേര് പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി ഞാൻ കുറച്ച് പ്രസംഗിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ കടമ്പനാട് കത്തീഡ്രലിൻ്റെ ചരിത്രം AD 325 പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ 1700 വർഷങ്ങൾ ഈ കടമ്പനാട് കത്തീഡ്രലിനെ ഇവിടെ നിലനിർത്തുവാനും ഇതിന് ആരാധനയിൽ ശരിയായ രീതിയിൽ സാക്ഷ്യമുള്ള ഒരിടവകയായി നിർത്തുവാനും കനിഞ്ഞതായ ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. അതിനുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ ജൂബിലി സമ്മേളനമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കട്ടെ. രണ്ടാമതായിട്ട് ഈ 1700 വർഷങ്ങൾക്ക് ഇടയിൽ എത്രയോ തലമുറകൾ കടന്നുപോയിട്ടുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പാടില്ല. അതുപോലെ അനേക തലമുറകളുണ്ട്. ഈ പള്ളി തുടങ്ങിയ സമയത്തും അതിനുശേഷം പല സന്ദർഭങ്ങളിൽ അത് പുതുക്കിപ്പണിതപ്പോഴും ഒക്കെ കല്ലും മണ്ണും ചുവന്ന് ഈ ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിച്ച മുൻ പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ എല്ലാ സ്മരണയ്ക്കും മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിക്കേണ്ട ഒരു ദിവസമാണ്. അവർ നമുക്ക് നൽകിയ മാതൃക പിന്തുടരുവാനുള്ള സന്ദർഭമാണെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഈ ഇടവക എന്ത് കാര്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ ആ സ്ഥാപന ഉദ്ദേശം സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഈ ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും എല്ലാ ഇടവകകളെയും പള്ളികളെയും കുറിച്ച് നമ്മൾ പറയുന്നത് മലമേലിരിക്കുന്ന പട്ടണം, തണ്ടിന്മേൽ വെച്ചിരിക്കുന്നതായ വിളക്ക്, ലോകത്തിന് മുഴുവനും പ്രകാശം നൽകുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത്. ഓരോ ഇടവകയും അതുപോലെ പ്രകാശ ഗോപുരങ്ങളാണ്. ഈ നാടിന് അനുഗ്രഹകരമായിട്ട് ഈ ഇടവക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏവർക്കും അഭിമാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടവകയെ പ്രത്യേകമായി അനുമോദിക്കുന്നു. നാട്ടിൽ നമുക്കറിയാം അന്ധകാരത്തിൻ്റെ പല മേഖലകളുമുണ്ട് എന്നറിയാം. സാമൂഹ്യമായി കവർച്ചയും കൊള്ളയും കൊലപാതകവും ഒക്കെ നടക്കുന്ന ഒരു രാജ്യമാണ്. ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് വിഷമിക്കുന്ന ഒരു പ്രദേശം നമുക്കുണ്ട്. ഈ രാജ്യത്ത് എല്ലാ തരത്തിലുള്ളതായ അന്ധകാരങ്ങളും മാറിക്കെട്ടുവാനായിട്ട് പ്രവർത്തിക്കുവാൻ സന്നദ്ധരാകുന്ന ഇടവകക്കാരായി നിങ്ങൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കടമ്പനാട് പ്രദേശം ദാരിദ്ര്യരഹിതമായ പ്രദേശമായി തീരുവാൻ ഈ കടമ്പനാട് കത്തീഡ്രലിന് പ്രവർത്തിക്കുവാനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.